നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലത്ത് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജ്യൂസ് ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജ്യൂസ് ഷോപ്പിൽ ചെന്നിട്ട് നമ്മുടെ ബായിനോട് എന്തൊക്കെ സാധനങ്ങൾ തീർന്നു, എന്തൊക്കെ മേടിക്കണം എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നതെങ്കിലും അവനൊട്ട് മലയാളം അറിയില്ല, എനിക്കൊട്ട് ഹിന്ദി അറിയില്ല. പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മനസ്സിലായ സാധനമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നമ്മുടെ കണ്ണൂർ മാർക്കറ്റിലേക്ക് വന്ന് നല്ല പൊരിഞ്ഞ വെയിലും ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയാലാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുക. വേറെ ഒന്നുമല്ല, പേശി എടുക്കണമല്ലോ. അവരുടെ കച്ചവടം ആയതുകൊണ്ട് അവരതിലൊട്ടും കുറയ്ക്കുമെന്ന് വിചാരിക്കുക വേണ്ട. പിന്നെ പേശേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ പേശി ഒരു വിധത്തിൽ സാധനമൊക്കെ മേടിച്ച് ഈ വെയിലത്ത് എങ്ങനെയാണ് നടക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. വേർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കടയിൽ വന്നിട്ട് ഒരു ഫ്രഷ് ലൈം പറഞ്ഞു. അവനൊരു ഫ്രഷ് ലൈം അടിച്ചു തന്നു. ഇനി ഭാവിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. അന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ തലവരെ എത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജോൽസിനൊന്ന് കാണാമെന്ന് വിചാരിച്ചു. സമയം തീരെ ശരിയല്ല എന്ന് പറയുന്ന പോലെ. അങ്ങനെ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇന്ന് ലീവ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഉണ്ടെന്നുള്ള വിചാരത്തിലാണ് ഈ പോക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ബസ്സിൽ വേണം പോകാൻ. അത്ര ദൂരമൊന്നുമില്ല, അടുത്താണ്. എന്നാലും ബസ്സിൽ പോവാം. ഓട്ടോയിൽ അത്രയും കാശ് കൊടുക്കണമല്ലോ. അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു ഉറക്കം ഇങ്ങോട്ട് വരാനുണ്ട്. എൻ്റെ പൊന്നെ സാറേ, ഒരു രക്ഷയില്ല. അങ്ങനെ കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തില്ല. അതിന് മുമ്പേ നമ്മളെ ബസ്സുകാരൻ കൊണ്ടുപോകേണ്ടടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം അത്ര അടുത്താണ് നമ്മുടെ ജോൽസൻ. അങ്ങനെ ഞാൻ ജോൽസൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. എൻ്റെ സമയം മാത്രമല്ലടോ ശരിയല്ലാത്ത, ഇവരുടെ ഒന്നും സമയം ശരിയല്ല എന്നുള്ളത്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നപ്പോൾ ഒരു രക്ഷയില്ല. ഒരാൾ ഇറങ്ങാൻ വേണ്ടി അരമണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ വിഷമത്തിൽ ഞാൻ ഇറങ്ങിയ പാടെ എനിക്ക് കണ്ണൂരേക്ക് ബസ്സും കിട്ടി. അങ്ങനെ ആ ബസ്സിൽ കയറി കുറച്ച് നേരം ഇരിക്കേണ്ട താമസമുള്ളൂ. നമ്മൾ പറന്ന് അവിടെ എത്തും കേട്ടോ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഫ്രഷ് ലൈമാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഒരു ഭക്ഷണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് ഞാൻ അടിപൊളി ഒരു കോക്ടെയിൽ കുടിച്ചു. അതും കുടിച്ച് ക്ഷീണം മാറാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടു. അവരോടൊക്കെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ കുറേ സമയം പോയി. എന്നാലും സാരമില്ല, കോക്ടെയിലൊക്കെ കുടിച്ചിങ്ങനെ ഭയങ്കര ക്ഷീണം കേട്ടോ എനിക്ക്. പിന്നെ ഒരു ബിരിയാണി മേടിച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിൽ തന്നെ പോകണം, നടക്കാനുള്ള ദൂരം അല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ശരി.